സാജിദ് രാജിയെ രക്ഷിച്ചു കൊണ്ടുവന്നു. രാജി ആകെ അവശയായിരുന്നു. സാജിദ് രാജിയുടെ മുറിവുകളൊക്കെ വെച്ചുകെട്ടി കൊടുക്കുന്നു. SI ഉമയാളും ക്രിട്ടിക്കലായി ഹോസ്പിറ്റലിലാണ്. ശർമ്മ സാർ ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നു. ജബരാജിൻ്റെ ഡെഡ് ബോഡി പോയിന്റ് പെഡ്രോയിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് ശർമ്മ സാർ ശ്രീകാന്തിനോട് പറയുന്നു. ശ്രീകാന്ത് കോൾ കട്ട് ചെയ്ത ശേഷം JKയോട് പറയുന്നു. തീർച്ചയായും ജബരാജ് മരിച്ച വിവരം രാജിക്ക് അറിയാമായിരുന്നിരിക്കും. പിന്നെ അവർ എന്തിനാണ് ജബരാജിൻ്റെ വീട്ടിൽ വന്നതെന്ന്. അവർ ജബരാജിൻ്റെ വീട്ടിൽ വീണ്ടും എത്തുന്നു. അവിടെ പരിശോധിക്കുമ്പോൾ 2 സൂട്ട് കേസുകളിൽ ബോംബ് കിട്ടുന്നു. തീർച്ചയായും ഇതെടുക്കാനാവും വന്നതെന്ന് ശ്രീകാന്ത് പറയുന്നു. ലണ്ടനിൽ ദീപൻ ഭാസ്കറിനെ കാണാനായി ശ്രമിക്കുന്നു. ധൃതി കല്യാണിനടുത്തേക്ക് പോകാൻ പോകുന്നു. അവളുടെ ഫ്രണ്ട് മഹിമയെ വിളിച്ച് അമ്മ വിളിച്ചാൽ നിന്റെ കൂടെ മോളിലാണ് എന്ന് പറയണം എന്ന് പറയുന്നു. ചേച്ചി എവിടെ പോകുന്നു എന്ന് അഥർവ് ചോദിക്കുമ്പോൾ ധൃതി അവനോട് ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും സുജി അങ്ങോട്ടേക്ക് എത്തുന്നു. എവിടെ പോകുന്നു എന്ന് സുജി ചോദിക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നു എന്ന് പറയുന്നു. എപ്പോൾ വരുമെന്ന് ചോദിക്കുമ്പോൾ ധൃതി ദേഷ്യപ്പെട്ട് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അമ്മ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. സുജി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ധൃതി പോകുന്നു. ദീപൻ ഭാസ്കറിനെ അന്വേഷിച്ച് സമീറിനടുത്തെത്തുന്നു. ഭാസ്കറിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് സമീർ പറയുന്നു. എന്നിട്ട് ദീപൻ നിങ്ങളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് ഭാസ്കരന് മെസ്സേജ് ചെയ്യുന്നു. ഭാസ്കരൻ ഇപ്പോൾ ഫ്രാൻസിലാണുള്ളത്. സാജിദും സെൽവയും കൂടി ബ്ലാസ്റ്റിന് വേണ്ട ഡിക്റ്റേറ്റർ വേറെ ഉണ്ടാക്കുന്നു. എന്നിട്ട് വേണ്ടതെല്ലാം സെറ്റ് ചെയ്യുന്നു. രാജിക്ക് പനി കൂടുന്നു. അവർ ഡോക്ടറെ വിളിക്കാൻ പോകുന്നു. ഡോക്ടർ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ശർമ്മയും സംബിത്തും കൂടി പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്യുന്ന കാര്യം സംസാരിക്കാൻ PM ബസുവിനെ കാണാൻ വീണ്ടും പോകുന്നു. എന്നാൽ അവർ സമ്മതിക്കുന്നില്ല. ധൃതി കല്യാണിൻ്റെ കൂടെ ഫിലിമിന് വരുന്നു. അവിടെ വെച്ച് ധൃതി കല്യാണിനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിലും കല്യാൺ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഫിലിം കഴിഞ്ഞ് കല്യാൺ അവളെ വീട്ടിലേക്ക് വിളിക്കുന്നു. അപ്പോഴേക്കും സുജി ധൃതിയെ വിളിക്കുന്നു. ഫ്രണ്ടിൻ്റെ കൂടെ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് കല്യാണിനൊപ്പം പോകുന്നു. രാജിക്ക് അസുഖം കുറഞ്ഞു. അവൾ എണീറ്റിരുന്ന് കഴിയുമ്പോൾ സാജിദ് വന്ന് അവളോട് യാത്ര പറയുന്നു. ഇനി മുംബൈയിൽ കുറച്ച് വർക്ക് കൂടിയുണ്ട്, അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നു. നിന്നെപ്പോലെ ബ്രേവായ ഒരു പോരാളിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല, നിന്നെ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് സാജിദ് പോകുന്നു. ധൃതി ഒരുപാട് രാത്രിയായിട്ടും എത്താതായപ്പോൾ സുജി ധൃതിയെ വിളിക്കുന്നു. അവൾ കോൾ എടുക്കാതായപ്പോൾ ധൃതിയുടെ ഫ്രണ്ട് മഹിമയെ സുജി വിളിക്കുന്നു. ധൃതി ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങി ട്രാവൽ ചെയ്യുകയാവും എന്ന് മഹിമ പറയുന്നു. എന്നിട്ട് ധൃതിയെ മഹിമ വിളിക്കുന്നു. എടുക്കാതായപ്പോൾ അമ്മ വിളിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നു. ചെന്നൈയിൽ മുത്തു ഇന്ത്യൻ PM മിസസ് ബസുവിൻ്റെയും ശ്രീലങ്കൻ PM മിസ്റ്റർ രൂപതുംഗയുടെയും മീറ്റിംഗ് ഡേറ്റ് ഡിക്ലെയർ ചെയ്ത കാര്യം ശ്രീകാന്തിനെയും മറ്റുള്ളവരെയും അറിയിക്കുന്നു. JK പറയുന്നു, എൻ്റെ രാജ്യത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. എന്നാൽ ഈ പൊളിറ്റീഷ്യൻസിന് വേണ്ടി ഇത് ചെയ്യുന്നത് എന്തിനാണ് എന്ന്. ശ്രീകാന്ത് പറയുന്നു, നമ്മൾ സംരക്ഷിക്കുന്നത് ഏതെങ്കിലും പൊളിറ്റീഷ്യനെ അല്ല, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെയാണ്. ആ പൊസിഷൻ സംരക്ഷിക്കുക നമ്മുടെ കടമയാണ്. രാത്രി 11 മണിയായിട്ടും ധൃതി വീട്ടിലെത്താത്തതുകൊണ്ട് സുജി ടെൻഷൻ അടിച്ച് ധൃതിയെ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുക്കുന്നില്ല. മഹിമയെ വിളിക്കുമ്പോൾ അവൾ പറയും ധൃതി 9 PM തന്നെ പോയെന്ന്. ഇത് കേട്ട് സുജി ചോദിക്കും, ഞാൻ 10 മണിക്ക് വിളിച്ചപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി എന്നല്ലേ നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പോൾ മഹിമ പറയും ധൃതി അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോയതാണ്, അവൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ കല്യാൺ എന്ന് പറയും. ഫോൺ നമ്പർ അഡ്രസ്സ് ഒന്നും അറിയില്ല എന്നും പറയും. അവർ മൂവി കഴിഞ്ഞ് കല്യാണിൻ്റെ ഫ്ലാറ്റിൽ പോയിരിക്കുകയാണ് എന്നും മഹിമ പറയും. കല്യാൺ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ധൃതി അവനെ ഓൺലൈൻ പരിചയപ്പെട്ടതാണ് എന്ന് പറയും. ഇത് കേട്ട് സുജി ഒരുപാട് ടെൻഷൻ അടിക്കുന്നു. സുജി ശ്രീകാന്തിനെ വിളിക്കുമ്പോൾ ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യും. അവൾ ശ്രീകാന്തിനോട് പറയാതെ ജോബിന് പോയതിൻ്റെ ദേഷ്യത്തിലാണ് ശ്രീകാന്ത്. സുജി അരവിന്ദിനെ വിളിക്കുമ്പോൾ അയാൾ ഫ്ലാറ്റിൽ വരുന്നു. അരവിന്ദ് അയാളുടെ ഫോണിൽ നിന്നും ശ്രീകാന്തിനെ വിളിക്കുന്നു. ശ്രീകാന്ത് ഫോൺ എടുക്കുമ്പോൾ സുജി സംസാരിക്കുന്നു. ധൃതി ഇതുവരെ വീട്ടിലെത്തിയില്ല, അവൾ ബോയ് ഫ്രണ്ടിന് കൂടെ പോയതാണെന്ന് മഹിമ പറയുന്നു എന്നും പറയും. ഇത് കേട്ട് ശ്രീകാന്തും ടെൻഷനാവുന്നു. ധൃതിയെ കിഡ്നാപ്പ് ചെയ്തതാണെന്ന് ശ്രീകാന്തിന് സംശയം തോന്നുന്നു. ധൃതിയുടെ ഫോൺ ട്രാക്ക് ചെയ്യുമ്പോൾ അത് ഒരു ട്രെയിനിലാണെന്ന് മനസ്സിലാവുന്നു. സാജിദും ശ്രീകാന്തും ഒരേ സമയം തന്നെ മുംബൈയിലേക്ക് പുറപ്പെടുന്നു. കല്യാൺ ധൃതിയെ ഒരു റൂമിൽ ചങ്ങലക്കിട്ട് പൂട്ടിയിരുന്നു. അവൾ അവിടെ കിടന്ന് കരഞ്ഞു വിളിച്ചിട്ടും കല്യാൺ അഴിച്ചുവിടുന്നില്ല. അവൾ കല്യാൺ കൊടുത്ത ഫുഡൊക്കെ തട്ടിക്കളയും.
ധൃതി കല്യാണിനോട് പറയുന്നു, എൻ്റെ പപ്പ അത്ര റിച്ചല്ല. അപ്പോൾ കല്യാൺ പറയുന്നു, നീ ഇവിടെ കിടക്കുന്നത് നിൻ്റെ പപ്പ കാരണമാണ്. രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് അയാൾ ഒരുപാട് ഇന്നസെൻ്റായ ആളുകളെ കൊന്നെടുത്തു. എൻ്റെ പപ്പ ഒരു സാധാരണ മനുഷ്യനാണ്, ആരെയും ഉപദ്രവിക്കില്ല എന്ന് ധൃതി പറയുന്നു. ശ്രീകാന്ത് വീട്ടിലെത്തുമ്പോൾ സുജി അയാളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അരവിന്ദിനെ അവിടെ കണ്ടിട്ടും ശ്രീകാന്ത് ഒന്നും പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് അരവിന്ദ് വന്ന് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് ഇറങ്ങുന്നു. ശ്രീകാന്ത് ധൃതിയുടെ സ്കൂളിൽ പോയി അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. മഹിമ പറയുന്നു, ഇന്നലെ കല്യാണിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അവർ മൂവിക്ക് പോയി, പിന്നെ കല്യാണിൻ്റെ വീട്ടിലേക്കും പോയി. കല്യാൺ എവിടെ പഠിക്കുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ മഹിമയ്ക്ക് അറിയില്ലായിരുന്നു. അവൻ്റെ പിക്ചർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കൽ ഒരു സെൽഫി എടുക്കാൻ ട്രൈ ചെയ്തെങ്കിലും അവൻ അതിന് സമ്മതിച്ചില്ല എന്നും പറയുന്നു. ധൃതിയും കല്യാണും ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടതാണെന്ന് മഹിമ പറയുന്നു. കല്യാണിൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഡിലീറ്റ് ചെയ്തിരുന്നു. ചെന്നൈയിൽ JKയും മുത്തുവും ഫ്ലൈയിങ് സ്കൂളിനെ കുറിച്ച് അന്വേഷിക്കുന്നു. കുറച്ച് മാസങ്ങളായി അത് പൂട്ടിക്കിടക്കുകയാണെന്ന് അറിയുന്നു. ധൃതിയും കല്യാണും പോയ തിയേറ്ററിലെ CCTV ഫുട്ടേജ് ശ്രീകാന്ത് ചെക്ക് ചെയ്യുന്നു. അവിടെ ധൃതിയും കല്യാണും വരുന്നതും കല്യാൺ അല്ലെങ്കിൽ സൽമാൻ സെയ്ദുമായി മീറ്റ് ചെയ്യുന്നതും ധൃതിയും കല്യാണും ബൈക്കിൽ പോകുന്നതുമെല്ലാം കാണുന്നു. ധൃതിയെ പൂട്ടിയിട്ടിരിക്കുന്ന ഫ്ലാറ്റിൽ അവളെ ടോർച്ചർ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ സെയ്ദ് സൽമാനെ നിർബന്ധിക്കുന്നു. സൽമാൻ അതെടുക്കാൻ ധൃതിയുടെ അടുത്ത് ചെല്ലുന്നു. അവളെ അടിക്കാൻ പോകുമ്പോൾ പ്ലീസ് എന്നെ അടിക്കരുത്, ഞാൻ ആക്ട് ചെയ്തോളാം എന്ന് ധൃതി പറയുന്നു. സൽമാൻ ഓക്കെ പറയുമ്പോൾ സെയ്ദ് കയറി വന്ന് അവളെ അടിക്കുന്നു. ആ വീഡിയോ സൽമാൻ ഷൂട്ട് ചെയ്യുന്നു. ധൃതി വേദനയും വിഷമവും കൊണ്ട് അവിടെ കിടന്ന് കരയുന്നു. ആ വീഡിയോ സുജിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. സുജി അത് ശ്രീകാന്തിനെ കാണിച്ചു കൊടുക്കുന്നു. സാജിദ് ശ്രീകാന്തിനെ ഫോൺ ചെയ്ത് അവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ ധൃതിയെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതേ സമയം ചെന്നൈയിൽ ഫ്ലൈയിങ് സ്കൂളിൽ അന്വേഷിക്കാനെത്തുന്ന JKയെയും മുത്തുവിനെയും അവിടെ സെർച്ച് ചെയ്യാൻ സെക്യൂരിറ്റിയായി നിൽക്കുന്ന പ്രഭു സമ്മതിക്കുന്നില്ല. സെർച്ച് ചെയ്യാനുള്ള വാറണ്ട് വേണമെന്ന് പറയുന്നു. പ്രഭുവിൻ്റെ ശ്രീലങ്കൻ തമിഴ് കേട്ട് മുത്തുവിന് സംശയം തോന്നുന്നതിനാൽ അവർ അവിടെ നിന്നും പോകാതെ വാറണ്ടിനായി ഡ്രൈവറിനെ വിടുന്നു. രാത്രിയായിട്ടും ഡ്രൈവർ വരുന്നില്ല. അവർ അവിടെ നിന്ന് പോയാൽ അവർ മിഷന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സാധനങ്ങളും ആളുകളും അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന സംശയത്തിൽ അവർ അവിടെ തന്നെ നിൽക്കുന്നു. മുത്തു പ്രഭുവിനോട് സംസാരിക്കുന്ന ഗ്യാപ്പിൽ JK പ്രഭു കാണാതെ പിറകിലൂടെ ചെന്ന് അവിടെ മൂടിയിട്ടിരിക്കുന്ന പ്ലെയിൻ പരിശോധിക്കുന്നു. അതിൽ ബോംബ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് JK കാണുന്നു. അത് പറയാനായി ഇറങ്ങി വരുമ്പോൾ അവിടെ ഒളിച്ചിരുന്ന രാജിയും സെൽവയും എല്ലാവരും പുറത്തിറങ്ങി അവരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. JKയും മുത്തുവും എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. JKയ്ക്ക് വെടികൊള്ളുന്നുണ്ട്. സെയ്ദിൻ്റെ ഫോണിൽ നിന്നും സുജിയെ വിളിക്കുന്നു. ധൃതി കരഞ്ഞുകൊണ്ട് സുജിയോട് ക്ഷമ ചോദിക്കുന്നു. ശ്രീകാന്തും ധൃതിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ആ സമയം കൊണ്ട് സിഗ്നൽ ട്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. സെയ്ദ് വന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. ഫ്ലൈയിങ് സ്കൂളിൽ പോലീസ് വന്നതും ബോംബ് അവർ കണ്ടുപിടിച്ചതും സാജിദ് അറിയുന്നു. ആ ദേഷ്യത്തിൽ സാജിദ് സൽമാനെ വിളിച്ച് അങ്ങോട്ട് വരികയാണെന്ന് പറയുന്നു. സെയ്ദ് സാജിദിനെ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ധൃതി സൽമാനോട് കെട്ടിവെച്ചിരിക്കുന്ന കൈ അഴിച്ചു തരാൻ പറഞ്ഞ് കരയുന്നു. അവളുടെ കരച്ചിൽ കേട്ട് സൽമാൻ കൈ അഴിച്ചു കൊടുക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് ധൃതി കുറേ പറഞ്ഞെങ്കിലും സൽമാൻ കേൾക്കുന്നില്ല. അവസാനം അവൾ അവിടെയുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് കല്യാണിൻ്റെ അല്ലെങ്കിൽ സൽമാൻ്റെ കഴുത്തിൽ കുത്തി അവനെ കൊല്ലുന്നു. എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടേക്ക് സാജിദും സെയ്ദും എത്തിക്കഴിഞ്ഞു. സാജിദ് അവളെ അടിച്ച് താഴെയിടുന്നു.